2 വർഷത്തിലേറെയായി ഗുരുതരമായ വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്ന എന്റെ ബന്ധു കഴിഞ്ഞ മാസം മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ തീരാവേദനയിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ലക്ഷങ്ങളുടെ കടബാധ്യതയുമുണ്ട്. 56 വയസ്സുണ്ടായിരുന്ന അദ്ദേഹം 2 കമ്പനികളിൽ നിന്ന് 3 ഹെൽത്ത് പോളിസികൾ എടുത്തിരുന്നു. അസുഖം വന്ന ശേഷം 20 ലക്ഷം രൂപയോളം ഇൻഷുറൻസ് കമ്പനികൾ ചികിത്സാ ചെലവിന് നൽകേണ്ടിയിരുന്നതാണ്. ആകെ കിട്ടിയത് 10 ലക്ഷം രൂപയിൽ താഴെ മാത്രം. ചികിത്സയ്ക്ക് ചിലവായത് 30 ലക്ഷത്തോളം രൂപ. ആ കുടുംബം ഇന്ന് 20 ലക്ഷം രൂപ കടത്തിലാണ്. ആരാണ് അവരെ ചതിച്ചത്? 10 വർഷത്തിലേറെ പ്രീമിയം സ്വീകരിച്ച് നിങ്ങൾ സുരക്ഷിതനാണ് എന്ന വ്യാജബോധം സൃഷ്ടിച്ച ഇൻഷുറൻസ് കമ്പനികൾ മാത്രമാണ് ഉത്തരവാദികൾ. ക്ലെയിം നിഷേധിക്കാൻ അവർക്ക് 100 കാരണങ്ങളുണ്ടായിരുന്നു. ഇത് ഒരാളുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. കേരളത്തിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. വരുന്ന കമ്പനികൾ ആരും പരാജയപ്പെടുന്നില്ല. ചൂടപ്പം പോലെ വിറ്റ് ലാഭം കുന്നുകൂട്ടുന്നു. 15,000 രൂപ മാസശമ്പളം വാങ്ങുന്നവർ പോലും 20,000 രൂപ വാർഷിക പ്രീമിയമുള്ള ഹെൽത്ത് പോളിസി എടുക്കുന്നു. ഇല്ലെങ്കിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് നരകിച്ചു മരിക്കേണ്ടി വരുമെന്ന ധാരണ ഈ കമ്പനികൾ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളെ ചാരിറ്റി വാർഡുകൾ മാത്രമാക്കി സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും ആശുപത്രികളും ചേർന്ന് നടത്തുന്ന ഹെൽത്ത് ഇൻഷുറൻസ് നെക്സസിന്റെ കഥ ഇനിയും പറയാതിരിക്കാനാവില്ല. ഇനി പറയാൻ പോകുന്ന കണക്കിലും കാര്യത്തിലും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന പാവപ്പെട്ട സാധാരണക്കാരെ നമ്മൾ വിടുന്നു. കേരളത്തിലെ ഇടത്തരം മധ്യവർഗത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. രോഗം വന്നാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാത്രം വണ്ടി തിരിക്കുന്ന വിഭാഗത്തിലേക്ക്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ 8 വൻകിട ഹോസ്പിറ്റലുകൾ അമേരിക്കൻ കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി വാങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലെ മെഡിക്കൽ കമ്പനികളല്ല കേരളത്തിലെ ഈ ആശുപത്രികൾ വാങ്ങിയത്. വൻകിട ഇൻവെസ്റ്റ്മെന്റ് ഫേമുകളാണ്. പ്രധാനപ്പെട്ട ചില ഡീലുകൾ പറയാം. 2025 കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ 70% ഓഹരികൾ അമേരിക്കയിലെ കോൾബർഗ് ക്രാവിസ് റോബർട്ട്സ് ആൻഡ് കമ്പനി എന്ന KKR വാങ്ങി. 2,500 കോടി രൂപയാണ് മുടക്കിയത്. 2025 തന്നെ ഇതേ അമേരിക്കൻ ഗ്രൂപ്പ് കോഴിക്കോട്ടെ മേത്ര ഹോസ്പിറ്റലിന്റെ 50% മുകളിൽ ഓഹരിയെടുത്തു. 1,200 കോടി രൂപ ചെലവിൽ. 2023 തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ശൃംഖലയുടെ 85% ഓഹരികൾ ആഗോള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഭീമനായ ബ്ലാക്ക് സ്റ്റോൺ 3,500 കോടി രൂപ നൽകി വാങ്ങി. 2024 ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഇന്ത്യ ഓപ്പറേഷൻ ഇതേ ബ്ലാക്ക് സ്റ്റോണിന്റെ ഭാഗമായി. ലേലങ്ങളും വാങ്ങലുകളും ഇവിടെ തീരുന്നില്ല. കേരളത്തിലെ 20-ലേറെ ആശുപത്രികൾ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഫേമുകളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അമേരിക്കൻ ഇൻവെസ്റ്റർമാർ അടുത്ത 5 വർഷത്തിനുള്ളിൽ 70,000 കോടി രൂപ കേരളത്തിലെ ആശുപത്രികളിൽ നിക്ഷേപിക്കും. കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഡോക്ടർമാർ നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഫേമുകൾ നടത്തുന്ന ലാഭകേന്ദ്രങ്ങളായി മാറുകയാണ്. എന്തിനാണ് അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ക്യാപിറ്റൽ കേരളത്തിലെ ആശുപത്രികളിലേക്ക് ഒഴുകുന്നത്? ഏത് നിധിപേടകമാണ് കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഈ അമേരിക്കൻ ഭീമന്മാർ കണ്ടെത്തിയത്? ആർക്കാണ് US ഹെൽത്ത് കെയർ സിസ്റ്റവുമായി കേരളത്തിന്റെ ആരോഗ്യമേഖലയെ കണക്ട് ചെയ്യിക്കാൻ ഇത്ര ധൃതി? അമേരിക്കൻ കമ്പനികൾ ഒന്നും കാണാതെ ആയിരക്കണക്കിന് കോടി രൂപ വാരി വിതറുന്നതല്ല. 2025 കേരളത്തിന്റെ വാർഷിക ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഏതാണ്ട് 48,034 കോടി രൂപയാണ്. ഇതിൽ 28,400 കോടി രൂപ, അതായത് 59.1% പോയത് സ്വകാര്യ ആശുപത്രികളിലേക്ക്. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണെന്ന് കണക്കാക്കിയാൽ ഒരു വ്യക്തി 8,000 രൂപ ഒരു വർഷം സ്വകാര്യ ആശുപത്രിയിൽ ചിലവാക്കുന്നു. 4 അംഗങ്ങളുള്ള ഒരു കുടുംബം ഏകദേശം 32,000 രൂപ. ഇതിൽ OP, കിടത്തി ചികിത്സ എല്ലാം ഉൾപ്പെടും. ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് കേരളം. കേരളത്തിലെ ഹോസ്പിറ്റലൈസേഷനുകളിൽ 65 മുതൽ 67% വരെ നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. അസുഖം വന്നാൽ 3-ൽ 2 മലയാളികൾ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് എന്നർത്ഥം. ഔട്ട് പേഷ്യന്റ് കെയറും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് കൂടുതൽ. ഒരു കേരളീയൻ പ്രതിമാസം ശരാശരി 1,200 രൂപ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ OP വിഭാഗത്തിൽ ചിലവാക്കുന്നു. അമേരിക്കയിലെ കണക്കുകളുമായി നോക്കിയാൽ ഇതൊന്നുമല്ല. കേരളത്തിനേക്കാൾ 220 ഇരട്ടി വരുന്ന തുക അമേരിക്കക്കാർ അവിടുത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുന്നുണ്ട്. പിന്നെന്തിനാണ് ഈ തുച്ഛ ലാഭം കണ്ട് അമേരിക്കൻ കമ്പനികൾ ഇത്രയും റിസ്ക്കുള്ള കേരളത്തിലേക്ക് വരുന്നത്? ഇവിടെ ലാഭമല്ല, ഒരു സംസ്കാരമാണ് അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. രോഗികളിൽ നിന്നല്ല അവർ പണം വാരുക, രോഗം വന്നേക്കാം എന്ന ഭയത്തിൽ നിന്നാണ്. അമേരിക്കൻ കമ്പനികൾ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറാണ്. അത് പകൽ പോലെ വ്യക്തവുമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഇനി കേരളത്തിൽ ചികിത്സയില്ല എന്ന സംസ്കാരം വളർത്തിയെടുക്കലാണ് അവരുടെ ദീർഘകാല പദ്ധതി. ആദ്യം അവർ അമേരിക്കൻ ഹെൽത്ത് ഇൻഷുറൻസ് മോഡൽ കേരളത്തിൽ നടപ്പാക്കും. പിന്നാലെ അവരുടെ ഭീമൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് വഴിവെട്ടിക്കൊടുക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കും മുമ്പ് കേരളത്തിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. സർക്കാർ ആശുപത്രികളും ഡോക്ടർമാർ നേരിട്ട് നടത്തുന്ന ചെറിയ ക്ലിനിക്കുകളും നഗരപ്രദേശങ്ങളിൽ ചെറിയ ആശുപത്രികളും മാത്രം. ഇവിടെ പണം നേരിട്ട് കൈമാറുന്ന രീതിയായിരുന്നു.
ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന WOPE. ഇൻഷുറൻസ് മേഖല സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾക്കായി തുറന്നുകൊടുത്ത 1999 IRDA ആക്ടിന് ശേഷമാണ് മാറ്റങ്ങൾ തുടങ്ങിയത്. ഉയർന്ന സാക്ഷരതയും ആരോഗ്യ പ്രബുദ്ധതയും ഉണ്ടായിരുന്ന കേരള മോഡൽ വികസനം ആദ്യകാല പ്രൈവറ്റ് ഇൻഷുറേഴ്സിന് മികച്ച വിപണി ഒരുക്കി. നല്ലപോലെ ഉഴുതിട്ട ആ മണ്ണിൽ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ മുളച്ചുപൊന്തി. സ്റ്റാർ ഹെൽത്ത്, ICICI ലോംബാർഡ്, ബജാജ് അലയൻസ്, റോയൽ സുന്ദരം, ടാറ്റ AIG, റിലയൻസ് ജനറൽ ഇൻഷുറൻസ്, അപ്പോളോ മ്യൂണിച്ച് എന്നിവയാണ് അക്കാലത്തെ പ്രധാന കളിക്കാർ. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലെ ഉപഭോക്താക്കളെയാണ് ഈ കമ്പനികൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇവരുടെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ടെർഷറി കെയർ താങ്ങാൻ കഴിയുന്ന രോഗികളെ ആസ്റ്റർ DM ഹെൽത്ത് കെയർ, കിംസ്, രാജഗിരി തുടങ്ങിയ വലിയ ഹോസ്പിറ്റൽ ശൃംഖലകൾക്ക് ആവശ്യമായിരുന്നു. പ്രൈവറ്റ് ഇൻഷുറൻസ് ഇതിനാവശ്യമായ ലിക്വിഡിറ്റി ഉറപ്പാക്കി. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ വരവ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും ഇൻഷുറൻസ് പ്രൊവൈഡർമാരും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ക്ലെയിംസ് പ്രോസസ്സിംഗ് കൂടുതൽ ലളിതമാക്കുകയും ചെയ്തു. 2026 കഥ എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന IRDA പറയുന്നത് കേരളത്തിലെ നോൺ ലൈഫ് ഇൻഷുറൻസ് സെക്ടർ 2024-25 കാലയളവിൽ 14% വളർച്ച രേഖപ്പെടുത്തിയെന്നാണ്. മൗലികമായ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. ഇന്ന് കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഉള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അവരുടെ സംസാര ഭാഷയിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എന്തു പറ്റിയെന്നല്ല അവരാദ്യം ചോദിക്കുക, ഏത് ഇൻഷുറൻസ് ആണെന്നാണ്. അതിന് അവർക്കൊരു വലിയ ഡിപ്പാർട്ട്മെന്റ് ഫ്ലോർ തന്നെ ഉണ്ടാകും, 5 ഡെഡിക്കേറ്റഡ് സ്റ്റാഫും. ഇത് നടപടിക്രമത്തിലെ മാറ്റം മാത്രമല്ല, ഫിലോസഫിക്കൽ ചേഞ്ചാണ്. ഒരിക്കൽ കരുതലിൽ ഊന്നിയിരുന്ന ഹെൽത്ത് കെയർ ഇന്ന് കോൺട്രാക്ട്സുമായും കവറേജ് ലിമിറ്റുകളുമായും ക്ലെയിം അപ്രൂവലുകളുമായും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കമ്പാഷന് മുൻപ് പേപ്പർ വർക്കുകൾ ആവശ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മലയാളിയുടെ ആദര ശരീരം പ്രവേശിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ കഥ ശരിക്കും ആരംഭിക്കുന്നത്. ആരോഗ്യ സൂചികകളിൽ മാത്രമല്ല കേരളം ഇന്ത്യയിലെ മുൻനിരയിലുള്ളത്. അധികം ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊന്നിലും നമ്മൾ മുന്നിലാണ്, ഇൻഷുറൻസ് ഡിപ്പെൻഡൻസി. വർഷങ്ങളായുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം, ഏകദേശം 47.7% ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉള്ളവരാണ് എന്നാണ്. 2026 ഈ കണക്ക് 14% കൂടി ഉയരാം. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ഇൻഷുറൻസ് ഹോൾഡർമാർ. ഇത് വെറുമൊരു അവയർനെസിന്റെ കഥയല്ല, ആവശ്യകതയുടെ അടയാളമാണ്. ഭയവും അഫോർഡബിലിറ്റിയും ഒത്തുചേരുന്നിടമാണ് കേരളം. രോഗത്തെക്കുറിച്ചുള്ള ഭയം, ഹോസ്പിറ്റൽ ബില്ലുകളെക്കുറിച്ചുള്ള ഭയം, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം, മുടക്കാൻ കയ്യിൽ കാശും. അവിടെയാണ് ഇൻഷുറൻസ് ഏറ്റവും നന്നായി വിറ്റഴിക്കപ്പെടുന്നത്. കേരളത്തിൽ 67% ഇൻപേഷ്യന്റ് കെയറും നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണെന്ന് പറഞ്ഞല്ലോ. സർക്കാർ ആശുപത്രികൾ ഇപ്പോഴുമുണ്ട്, അവ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഇടത്തരക്കാർക്ക് അവ ആദ്യത്തെ ഓപ്ഷൻ അല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വേഗതയും സാങ്കേതികവിദ്യയും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഈ സൗകര്യങ്ങൾക്ക് വലിയ വിലയും നൽകണം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളം ഒരു നിശബ്ദ മഹാമാരിയെ നേരിടുന്നുണ്ട്. പകർച്ചവ്യാധിയല്ല, ജീവിതശൈലി രോഗങ്ങൾ. കേരളത്തിലെ 27% പുരുഷന്മാർക്കും 25% സ്ത്രീകൾക്കും ഉയർന്ന രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉണ്ട്. 30% മുതിർന്നവരിലും ഹൈപ്പർ ടെൻഷൻ കാണപ്പെടുന്നു. ഇവ വെറും നമ്പറുകളല്ല, ഓരോ അക്കവും ഭാവിയിലെ ഒരു ഹോസ്പിറ്റൽ സന്ദർശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഹോസ്പിറ്റൽ ബില്ലുകളായി മാറാം. ഒരു ഹാർട്ട് ബൈപ്പാസ് സർജറിക്ക് കേരളത്തിൽ 3 മുതൽ 6 ലക്ഷം രൂപ വരെ ചെലവാകും. ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു വർഷം 30 മുതൽ 40 ലക്ഷം വരെ വേണ്ടി വന്നേക്കാം. ഡെങ്കിപ്പനി പോലെ സീസണലായ ഒരു രോഗം പോലും സങ്കീർണമായാൽ ചികിത്സാ ചെലവ് 1 ലക്ഷം രൂപ കടക്കും. കേരളത്തിലെ ഹെൽത്ത് കെയർ ഇൻഫ്ലേഷൻ അഥവാ ചികിത്സാ ചെലവിലെ വർധന നിലവിൽ പ്രതിവർഷം 14 മുതൽ 15% വരെയാണ്. ഇന്ത്യയിലെ പണപ്പെരുപ്പത്തിന്റെ 3 ഇരട്ടി. മലയാളിയുടെ ശമ്പളം 6 മുതൽ 8% വരെ നിരക്കിൽ വളരുമ്പോൾ ചികിത്സാ ചെലവുകൾ അതിനേക്കാൾ വേഗത്തിൽ ഇരട്ടിയാകുന്നു. ഒരു ഹോസ്പിറ്റലൈസേഷൻ മതി വർഷങ്ങളായുള്ള സമ്പാദ്യം മുഴുവൻ ഇല്ലാതാകാൻ. അവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കടന്നു വന്നത്. ആഡംബരമായിട്ടല്ല, കവചമായിട്ട്. വലിയ പ്രൈവറ്റ് ഇൻഷുറർമാർക്കും കേരളത്തിലുടനീളം ക്യാഷ്ലെസ് സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റൽ ശൃംഖലയുണ്ട്. ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇത് ആശ്വാസകരമായി തോന്നും. എന്നാൽ സത്യം എന്താണ്? ഹോസ്പിറ്റലുകളും ഇൻഷുറർമാരും ഒന്നിച്ചു വളരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ പരസ്പരം സഹായിക്കും. അപ്പോൾ രോഗിയുടെ ആശ്വാസം ആ ബന്ധത്തിന്റെ കേന്ദ്രസ്ഥാനത്തു നിന്നും മാറും. 2021 18,000 രൂപ പ്രീമിയം ഉണ്ടായിരുന്ന ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് 2026 പ്രീമിയം 32,000 മുകളിലായി. അതുകൊണ്ട് തീർന്നോ? ഇവിടെയുള്ള വൈരുദ്ധ്യം ഇതാണ്. പ്രീമിയം തുക വർദ്ധിക്കും തോറും ഹോസ്പിറ്റൽ ബില്ലുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാനാണ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ അതിന് പകരം വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചിലവുകൾക്കൊപ്പം അടച്ചു തീർക്കേണ്ട മറ്റൊരു ബാധ്യതയായി ഇൻഷുറൻസ് മാറുന്നു. മുതിർന്ന പൗരന്മാരുടെ പ്രീമിയം വർധനവ് വർഷത്തിൽ 10%-ആയി IRDA നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും
ഇതെല്ലാം മറികടക്കാൻ നിരവധി ഹിഡൻ ചാർജുകൾ ചുമത്താൻ ഇൻഷുറൻസ് കമ്പനികൾക്കറിയാം. ഹോസ്പിറ്റലുകൾ ഇതിനെ സാങ്കേതിക വിദ്യയുടെയും ഡയഗ്നോസ്റ്റിക്സിന്റെയും പേരിൽ ന്യായീകരിക്കുന്നു. ഇൻഷുറർമാർ വർദ്ധിച്ചു വരുന്ന ക്ലെയിമുകളുടെ പേരിൽ പ്രീമിയം വർധനവിനെ ന്യായീകരിക്കുന്നു. ഇവർക്കിടയിൽ രോഗി രണ്ടു വശത്തേക്കും പണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അസുഖകരമായ സത്യം ഇതാണ്. ഉയർന്ന ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ഹെൽത്ത് കെയർ ചിലവിന്റെ 69% ഇപ്പോഴും മലയാളി സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഇൻഷുറൻസ് എന്നത് ഒരു പൂർണ്ണ സംരക്ഷണമല്ല. കേരളത്തിലെ മിസ്സിംഗ് മിഡിൽ, അതായത് സർക്കാർ സ്കീമുകളുടെ പരിധിയിൽ വരാത്തവരും എന്നാൽ വലിയ കോർപ്പറേറ്റ് കവറേജ് എടുക്കാൻ ശേഷിയില്ലാത്തവരും ഇവിടെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ചികിത്സാ ചെലവുകളിൽ നിന്ന് സുരക്ഷിതരല്ല. എന്തുകൊണ്ടെന്ന് നോക്കാം. ഓരോ വർഷവും അവർ കൂടുതൽ തുക നൽകുന്നു. പ്രായം കൂടുന്തോറും റിസ്ക് കൂടും, അതോടൊപ്പം പ്രീമിയവും. പ്രായം കൂടുമ്പോൾ മിക്ക രോഗാവസ്ഥയും ഭാഗികമായി മാത്രമേ കവർ ചെയ്യപ്പെടൂ. കൺസ്യൂമബിൾസ്, ഡയഗ്നോസ്റ്റിക്സ്, റൂം റെന്റ് ലിമിറ്റുകൾ, ഇങ്ങനെയുള്ള ചെറിയ ഒഴിവാക്കലുകൾ ചേർന്ന് വലിയൊരു ബില്ലായി മാറും. ക്ലെയിമുകൾ എപ്പോഴും സുഗമമായി നടക്കണമെന്നില്ല. റിജക്ഷനുകൾ, കാലതാമസം, സിറ്റിങ്ങുകൾ, അങ്ങനെ അത് നീളും. രോഗാവസ്ഥയിൽ ഇതെല്ലാം വലിയ മാനസിക സമ്മർദ്ദമായി മാറും. എറണാകുളത്തും കോഴിക്കോടുമുള്ള നഗരങ്ങളിലെ വലിയ ആശുപത്രികളിൽ ഒരു നിശബ്ദമായ മാറ്റം നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ള രോഗികളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്തവരോട് അഡ്മിഷന് മുൻപായി 50,000 മുതൽ 1,00,000 രൂപ വരെ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്നു. ഇതൊരു എഴുതപ്പെട്ട നിയമമല്ല, പക്ഷേ യാഥാർത്ഥ്യമാണ്. ഓർക്കണം, 10 വർഷം മുമ്പ് ഇൻഷുറൻസുമായാണ് ചികിത്സക്കെത്തിയിരിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സ് മടുപ്പിക്കും പോലെ പെരുമാറിയിരുന്നവരാണ് ഇന്ന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ചികിത്സ ഇല്ലെന്ന് പറയുന്നത്. ഇത് അദൃശ്യമായ ഒരു പുതിയ വേർതിരിവ് സൃഷ്ടിക്കുന്നുണ്ട്. പണക്കാരും പാവപ്പെട്ടവരും തമ്മിലല്ല, ഇൻഷുറൻസ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ. ഈ ചതുരംഗ പലകയിലെ എല്ലാ കരുക്കളും നമുക്ക് വേർതിരിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ വെറുതെ വളരുകയല്ല ചെയ്യുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടും വേഗതയോടും കൂടി അവർ സാന്നിധ്യം വ്യാപിപ്പിക്കുകയാണ്. പുതിയ ഹെൽത്ത് പോളിസികൾ ഓരോരുത്തർക്കും ഇണങ്ങുന്ന രീതിയിലാണ് അവർ ടൈലർ മെയ്ഡ് ചെയ്യുന്നത്. ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ, സീനിയർ സിറ്റിസൺ കവറേജ്, ക്രിട്ടിക്കൽ ഇൽനസ് ആഡ് ഓൺസ്, മെറ്റർണിറ്റി ബെനിഫിറ്റ്സ്, എല്ലാവർക്കും അനുയോജ്യമായ എന്തെങ്കിലും ഒന്നുണ്ട്. അങ്ങനെ ഒന്നില്ലെങ്കിൽ അവരത് ഉണ്ടാക്കിയെടുക്കും. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹെൽത്ത് പോളിസിയുടെ വിൽപ്പനയുടെ വേഗത വർദ്ധിപ്പിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പോളിസികൾ വാങ്ങാം. ആപ്പുകളിലൂടെ ക്ലെയിംസ് ട്രാക്ക് ചെയ്യാം. റിന്യൂവൽസ് തനിയെ നടക്കും. ഒരു കാര്യം എളുപ്പമാകുമ്പോൾ അത് വേഗത്തിൽ പടരും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം ഇതാണ്. ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നില്ല. പരസ്യങ്ങൾ, ഏജന്റുമാർ, ബാങ്കുകൾ, ആപ്പുകൾ, ആശുപത്രികൾ എന്നിവയിലൂടെ അവർ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അവർ വെറുതെ ഡിമാൻഡിനോട് പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്, ഡിമാൻഡ് സൃഷ്ടിക്കുകയാണ്. പണം വ്യവസ്ഥിതികളെ മാറ്റും. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് പണം എത്തിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ കൂടുതൽ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലെത്തും. ഈ ഡിമാൻഡ് മുന്നിൽ കണ്ട് ആശുപത്രികൾ വികസിക്കും. അവർ വികസിക്കുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും സ്പെഷ്യാലിറ്റികളും വരും. അതൊരു സൈക്കിളായി മാറും, വളരെ ശക്തമായ ഒന്ന്. ഇൻഷുറൻസിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സ്വാധീനങ്ങളിലൊന്ന് അത് നൽകുന്ന ഹെൽത്ത് അവയർനെസ് ആണ്. അവർ ആളുകളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആനുവൽ മെഡിക്കൽ ചെക്കപ്സ് നടത്താൻ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കാൻ, രക്തസമ്മർദ്ദം പരിശോധിക്കാൻ, രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ. ഒരിക്കൽ അവഗണിക്കപ്പെട്ടിരുന്ന പ്രിവെന്റീവ് കെയർ ഇന്ന് സാധാരണമായി മാറി. ഈ മാറ്റം പ്രധാനമാണ്, കാരണം ഏറ്റവും മികച്ച ചികിത്സ ഒരിക്കലും ആവശ്യം വരാത്ത ചികിത്സയാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വിചിത്രമായ രീതിയിൽ അസുഖങ്ങളെ നേരത്തെ ഭയപ്പെടാൻ ഇൻഷുറൻസ് ആളുകളെ പഠിപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും ആ ഭയം ജീവൻ രക്ഷിക്കും. എന്നാൽ എല്ലാ നല്ല കഥകളിലും ഒരു വഴിത്തിരിവുണ്ടാകും. സംരക്ഷണം എന്ന നിലയിൽ തുടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പതുക്കെ ഒരാശ്രിതത്വമായി മാറിയേക്കാം. ഇൻഷുറൻസ് കമ്പനികളുടെ കവറേജ് എന്നാൽ സമ്പൂർണ്ണ സംരക്ഷണമല്ല, ഒരു കോൺട്രാക്റ്റ് മാത്രമാണ്. ഈ കരാറുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് എക്സ്ക്ലൂഷൻസിലൂടെയാണ്. കേരളത്തിലെ ഭൂരിഭാഗം പ്രൈവറ്റ് ഹെൽത്ത് പോളിസികളിലും ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. സബ് ലിമിറ്റ്സ് ഓൺ റൂം റെന്റ്, കിടത്തി ചികിത്സയിൽ മുറിവാടക നൽകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ക്യാപ്സ് ഓൺ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ്, മുട്ടുമാറ്റിവയ്ക്കൽ, തിമിരം പോലുള്ള രോഗങ്ങൾക്ക് ഫിക്സഡ് എമൗണ്ട് മാത്രമേ ഇൻഷുറൻസ് കമ്പനി നൽകൂ, അതിപ്പോ എത്ര ചെലവായാലും. എക്സ്ക്ലൂഷൻസ് ഫോർ സർട്ടൈൻ ട്രീറ്റ്മെന്റ്സ്, ചില രോഗങ്ങളെ കവറേജിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വെയിറ്റിംഗ് പീരീഡ്സ് ഫോർ മേജർ ഇൽനസസ്, ക്രോണിക് ഹാർട്ട് ഡിസീസ് പോലുള്ള ടെർമിനൽ ഡിസീസുകൾക്ക് കവറേജ് കിട്ടണമെങ്കിൽ പോളിസി പർച്ചേസ് ചെയ്ത് 2 മുതൽ 4 വർഷം വരെ കാത്തിരിക്കണം. കോ പേയ്മെന്റ് ക്ലോസസ്, മിക്ക ഹെൽത്ത് പോളിസികളിലും ക്ലെയിം അനുവദിക്കുന്നതിന്റെ നിശ്ചിത ശതമാനം രോഗി നൽകണം. ഇത്രയധികം പേർ ഇൻഷുർ ചെയ്തിട്ടും കേരളത്തിലെ ഇൻഷുറൻസ് ഉള്ള ഒരു രോഗി സ്വന്തം പോക്കറ്റിൽ നിന്നും പ്രതിവർഷം നൽകുന്നത് ശരാശരി 22,000 രൂപയ്ക്ക് മുകളിലാണ്. ആശുപത്രി ചെലവിന്റെ 60% പോലും കമ്പനികൾ കവർ ചെയ്യുന്നില്ല. സബ് ലിമിറ്റ്സ്, ഡിഡക്ഷൻ എന്നിവ മൂലം രോഗികൾ പലപ്പോഴും ആകെ ബില്ലിന്റെ 30 മുതൽ 40% വരെ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരുന്നു. ഒപ്പം 5 മുതൽ 18 വരെ ശതമാനം GSTയും നൽകണം.
3 ലക്ഷം രൂപ ആശുപത്രി ബിൽ വന്ന രോഗി GST ആയി മാത്രം 25,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഇതിലെ ഏറ്റവും വലിയ കെണി റൂം റെന്റ് ക്യാപ്പാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പോളിസി പ്രതിദിനം 5,000 രൂപ മുറിവാടക ക്ലെയിം അനുവദിക്കുന്നു എന്ന് കരുതുക. എന്നാൽ ആശുപത്രി 7,000 രൂപ വാടകയുള്ള മുറിയിലാണ് നിങ്ങളെ പ്രവേശിപ്പിച്ചതെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ ബാധകമാക്കും. ഇതിനർത്ഥം നിങ്ങൾ ആ 2,000 രൂപയുടെ വ്യത്യാസം മാത്രമല്ല പേ ചെയ്യേണ്ടത്, മൊത്തം ആശുപത്രി ബില്ലിന്റെ ഒരു നിശ്ചിത ശതമാനം രോഗി നൽകേണ്ടി വരും. 10 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ സ്വന്തം കയ്യിൽ നിന്ന് നൽകി ആശുപത്രി വിടണം. ബില്ലിംഗ് കൗണ്ടറിലാണ് രോഗിയുടെ വിശ്വാസം തകരുക. ഇനി ക്ലെയിം ഡിനയലിനെ കുറിച്ച് പറയാം. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം ക്ലെയിം സെറ്റിൽമെന്റ് തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിസന്ധിയാണ്. 6 മുതൽ 15% വരെയാണ് കേരളത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഡിനയൽ റേറ്റ്. 100-ൽ 10 പേർക്ക് പണം നൽകാതിരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു മടിയുമില്ല. നോൺ ഡിസ്ക്ലോഷർ, വെയിറ്റിംഗ് പീരീഡ്, കാരണമില്ലാതെയുള്ള ആശുപത്രിവാസം, അഡ്മിനിസ്ട്രേറ്റീവ് എറർ എന്നിവയെല്ലാമാണ് കാരണമായി പറയുക. നിഷേധിക്കപ്പെടുന്ന ഓരോ ക്ലെയിമും ഇൻഷുറൻസ് കമ്പനിയുടെ ലാഭമായി മാറുന്നു. ക്ലെയിം നിരസിക്കുന്നതിനുള്ള മുട്ടിന്യായങ്ങളിൽ ഒന്നാണ് നോൺ ഡിസ്ക്ലോഷർ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. 2025-ൽ കേരള ഹൈക്കോടതി ഇൻഷുറൻസ് കമ്പനികളെ ഇക്കാര്യത്തിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വർഷങ്ങളോളം പ്രീമിയം കൈപ്പറ്റി പിന്നീട് സാങ്കേതികമോ നിസ്സാരമോ ആയ പഴയ മെഡിക്കൽ കാരണങ്ങൾ പറഞ്ഞ് ക്ലെയിമുകൾ നിരസിക്കുന്നതിനെക്കുറിച്ച് കോടതി എടുത്തു പറഞ്ഞു. ഒരു സുപ്രധാന നിരീക്ഷണത്തിൽ അർഹമായ ഇൻഷുറൻസ് ക്ലെയിമുകൾ അന്യായമായി നിഷേധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ആത്മബോധത്തോടെ ജീവിക്കാനും അന്തസ്സോടെ മരിക്കാനുമുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരാൾ 8 വർഷമായി കൃത്യമായി ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു. 55-ാം വയസ്സിൽ അദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. 12 വർഷം മുമ്പ് ഒരു പ്രിസ്ക്രിപ്ഷനിൽ സൂചിപ്പിച്ച മൈൽഡ് ഗ്യാസ്ട്രൈറ്റിസ് കാണിച്ച് ഇത് പ്രപ്പോസൽ ഫോമിൽ വെളിപ്പെടുത്തിയില്ല എന്ന കാരണത്താൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിക്കുന്നു. പ്രതിസന്ധിയിലായ ഒരു കുടുംബത്തിന് ഇത് സാമ്പത്തിക വഞ്ചന മാത്രമല്ല, വൈകാരിക തകർച്ച കൂടിയാണ്. ആശുപത്രി ഇടനാഴികളിൽ കടലാസുകൾ അധികാരമായി മാറുന്നു. രോഗികൾ പരാജയപ്പെടുന്നു. കോടതി ഒപ്പം നിന്നതുകൊണ്ട് മാത്രം അവർക്ക് നീതി കിട്ടി. ഈ കഥയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ നിരന്തരം ഇടപഴകുമ്പോൾ താൽപ്പര്യങ്ങൾ മാറാൻ തുടങ്ങും. കേരളത്തിലെ പ്രൈവറ്റ് ഇൻഷുറൻസ് കുതിച്ചുചാട്ടത്തിന്റെ വിമർശകർ വാദിക്കുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടെന്നാണ്. ഈ ഒത്തുചേരൽ അറിഞ്ഞോ അറിയാതെയോ അമിതമായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ഉയർന്ന ചെലവുള്ള നടപടിക്രമങ്ങൾക്ക് മുൻഗണന, ആശുപത്രിവാസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക, ലളിതമായ മാർഗങ്ങളുള്ളപ്പോഴും റോബോട്ടിക് അല്ലെങ്കിൽ പ്രീമിയം ആയ ഇടപെടലുകൾ നടത്തുക എന്നിവയ്ക്ക് കാരണമാകും. ഹെൽത്ത് എക്കണോമിക്സിൽ ഇതിനെ പ്രൊവൈഡർ ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് ഇൻഷുറൻസ് ഉള്ള രോഗികൾ പലപ്പോഴും ഈ ലാഭക്കൊതിക്ക് ഇരയാകുന്നുവെന്നാണ്. കാരണം മറ്റാരോ ആണ് ഇതിന് പണം നൽകുന്നത്. എന്നാൽ ഇതിലെ വൈരുദ്ധ്യം ഇതാണ്: ഉയർന്ന ആശുപത്രി ബില്ലുകൾ, ഉയർന്ന ക്ലെയിം റേഷ്യോകൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ നഷ്ടം, അടുത്ത വർഷം പ്രീമിയം വർധനവ് എന്നിവയ്ക്ക് കാരണമാകും. ഈ സംവിധാനം സ്വയം വളരുന്നു, രോഗി അതിനുള്ള ഇന്ധനമായി മാറുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നിട്ടും മിക്ക പ്രൈവറ്റ് ഇൻഷുറൻസ് പോളിസികളും 2 മുതൽ 4 വരെ വർഷത്തേക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഒഴിവാക്കുന്നു. വെയിറ്റിംഗ് പീരീഡ്സ് അടിച്ചേൽപ്പിക്കുന്നു. ഇത് വേദനാജനകമാണ്. ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് പലപ്പോഴും അതിന്റെ ഗുണം ലഭിക്കില്ല. 45-ാം വയസ്സിൽ പ്രമേഹം സ്ഥിരീകരിച്ച ശേഷം ഇൻഷുറൻസ് എടുത്താൽ പൂർണ്ണമായ കവറേജ് ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ രോഗം കാത്തിരിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ പ്രീമിയം വർധനവ് എന്ന ഗണിയെക്കുറിച്ച്. അതിന് കാരണമുണ്ട്. കേരളം ഒരു ഹൈ ക്ലെയിം സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉയർന്ന ആരോഗ്യ അവബോധം, ശക്തമായ സ്വകാര്യ ആശുപത്രി ശൃംഖല, ഉയർന്ന ആശുപത്രിവാസ നിരക്ക് എന്നിവയാണ് കാരണം. ഇത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം കുറയ്ക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് പണം നഷ്ടപ്പെടുമ്പോൾ അവർ പ്രീമിയം ഉയർത്തുന്നു. സ്വാഭാവികം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഇതിന് ഒരു ഉദാഹരണമാണ്. അതിന്റെ ആദ്യഘട്ടമായ 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ പിരിച്ചെടുത്ത പ്രീമിയം 1,461 കോടി രൂപയാണ്. നൽകിയ ക്ലെയിമുകൾ 1,724 കോടി രൂപയുടേത്. നഷ്ടം 263 കോടി. രണ്ടാം ഘട്ടത്തിൽ പ്രതിമാസ പ്രീമിയം 530-ൽ നിന്ന് 810 പ്ലസ് GST ആയി ഉയർന്നു. അതായത് ഏകദേശം 53% വർധനവ്. ഇത് പിന്നീട് പിൻവലിച്ചെന്നും കേൾക്കുന്നു. വലിയൊരു സർക്കാർ പദ്ധതിക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ ഉപഭോക്താവിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. 15 ലക്ഷത്തിന്റെ ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി പരിഗണിക്കുക. 31-32 വയസ്സ് പ്രായമുള്ള ദമ്പതികൾക്ക് പ്രതിവർഷം 13,000 മുതൽ 20,000 രൂപ വരെയാണ് പ്രീമിയം. 62-63 വയസ്സ് പ്രായമുള്ള ദമ്പതികൾക്ക് പ്രതിവർഷം 53,000 മുതൽ 72,000 രൂപ വരെ. നിശ്ചിത വരുമാനത്തിൽ കഴിയുന്ന പെൻഷൻകാർക്ക് വർഷം 70,000 രൂപ പ്രീമിയം എന്നത് ഒരു പ്രീമിയം മാത്രമല്ല, വലിയ ഭാരമാണ്.
പ്രീമിയം നിരക്കുകൾ അമിതമാണ് എന്ന് കാണിച്ച് മുതിർന്ന പൗരന്മാരിൽ നിന്ന് കേരള സ്റ്റേറ്റ് എൽഡർലി കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ യാഥാർത്ഥ്യം. പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് കൂടുതൽ ആവശ്യം വരും. എന്നാൽ അപ്പോൾ നിങ്ങൾക്കത് താങ്ങാനും കഴിയില്ല. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിൽ ഇടത്തരക്കാർ ഒരു വിചിത്രമായ ആരോഗ്യ കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. സർക്കാരിന്റെ സബ്സിഡികൾ ലഭിക്കാത്ത വിധം അവർക്ക് സമ്പത്ത് കൂടുതലാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് ICUവിലെ ഒരാഴ്ചത്തെ ചിലവ് താങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ അവർക്ക് സമ്പത്ത് കുറവാണ്. അതുകൊണ്ടാണ് ആരും വായിക്കാത്ത പ്രണയലേഖനങ്ങൾ അയക്കുന്ന കാമുകനെ പോലെ അവർ കൃത്യമായി പ്രീമിയം അടയ്ക്കുന്നത്. നെഞ്ചുവേദനയോ ശരീരത്തിലെ മുഴകളോ വന്നാൽ ഇൻഷുറൻസുള്ള ഇടത്തട്ടുകാരൻ അവഗണിക്കുന്നു. കാരണം ഇൻഷുറൻസിലെ ഡിഡക്റ്റബിൾ വ്യവസ്ഥ വലിയ പിഴയാണ്. മികച്ച ഡോക്ടർമാരുള്ള ആശുപത്രികളിൽ പോകാൻ അവർ മടിക്കും. കാരണം തങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി അത് സപ്പോർട്ട് ചെയ്യില്ല. പകരം അവർ ക്യാഷ്ലെസ് ഡെസ്കുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു. അതായത് ഡോക്ടർമാരെയല്ല, അക്കൗണ്ടന്റുമാരെയാണ് ഇടത്തട്ടുകാരൻ തിരഞ്ഞെടുക്കുന്നത്. അതൊരു ആരോഗ്യ ദുരന്തമാണ്. കേരളത്തിലെ ആശുപത്രി വരാന്തകളിൽ ഒരു പ്രത്യേകതരം ട്രോമയുണ്ട്. പ്രീ ഔത്ത് ഉത്കണ്ഠ. 10 വർഷം പ്രീമിയം അടച്ചിട്ടും തന്റെ ജീവിത പങ്കാളി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുമായി റൂം റെന്റ് ക്യാപ്പിങ്ങിനെ ചൊല്ലി തർക്കിക്കേണ്ടി വരുന്നു. അത് ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട്. പല്ല് കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നിട്ടുണ്ട്. ഇതാണ് ഇൻഷുറൻസിലെ ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയുണ്ട് എന്നവർ പറയും. പക്ഷേ ഫൈൻ പ്രിന്റിൽ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നായിരിക്കും. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ലോകം അസൂയയോടെ നോക്കിയ കേരള മോഡൽ ലേലത്തിന് വെച്ചിരിക്കുകയാണോ? കൊച്ചിയിലോ മുംബൈയിലോ ഉള്ള ഒരു ഇൻഷുറൻസ് ക്ലർക്കാണോ നിങ്ങളുടെ സർജറി അത്യാവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിയുടെ കൂറ് നിങ്ങളുടെ ഹൃദയമിടിപ്പിനോടല്ല, അവരുടെ ഷെയർ ഹോൾഡർമാരുടെ ലാഭത്തോടാണ്. ആശുപത്രിക്ക് കൂടുതൽ ടെസ്റ്റുകൾ വേണം, ഇൻഷുറൻസിന് കുറഞ്ഞ പേയ്മെന്റ് മതി. ഇതിനിടയിൽ രോഗിക്ക് ശ്വാസം മുട്ടുന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രായമായവരും വിട്ടുമാറാത്ത രോഗമുള്ളവരും ബാധ്യതകൾ മാത്രമാണ്. മത്സ്യത്തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും ഈ മോഡേൺ സിസ്റ്റത്തിൽ അദൃശ്യരാണ്. 2025 ഇന്ത്യൻ ആരോഗ്യ ഭേദഗതി നിയമങ്ങൾ പ്രകാരം ഇൻഷുറൻസ് കമ്പനി ഡയറക്ടർമാരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം എന്ന നിബന്ധന നീക്കം ചെയ്തു. ഇപ്പോൾ CEO അല്ലെങ്കിൽ MD മാത്രം ഇന്ത്യയിൽ താമസിക്കുന്ന ആളായാൽ മതി. വിദേശ ഡോക്ടർമാർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള നിബന്ധനകളും ലളിതമാക്കി. ഇത് പാവം ഇന്ത്യക്കാർക്ക് ക്ലെയിം നൽകുന്ന നയങ്ങളിൽ വിദേശ മെഡിക്കൽ ബോർഡുകൾക്ക് പൂർണ്ണ നിയന്ത്രണം നൽകുന്നു. 2025 IRDAI ഭേദഗതി പ്രകാരം മൊറട്ടോറിയം പീരീഡ് അഥവാ വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന കാരണത്താൽ ക്ലെയിം നിഷേധിക്കാൻ കഴിയാത്ത കാലാവധി 5 വർഷമായി കുറച്ചു. ഇത് കേൾക്കുമ്പോൾ നല്ലതായി തോന്നുമെങ്കിലും ആദ്യത്തെ 4 വർഷങ്ങളിൽ ക്ലെയിമുകൾ തള്ളിക്കളയാൻ ഇൻഷുറൻസ് കമ്പനികൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ആയുർവേദവും ഹോമിയോപ്പതിയും കവർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനായി അവർ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് റേറ്റ്സ് വളരെ കുറവാണ്. കേരളത്തിലെ മികച്ച ആയുർവേദ ആശുപത്രികൾ പലതും ഈ നിരക്കുകൾ അംഗീകരിക്കാത്തതിനാൽ രോഗി തന്റെ കയ്യിൽ നിന്നും 50% വരെ പണം നൽകേണ്ടി വരുന്നു. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ വിദേശ കമ്പനികൾ വെറും പങ്കാളികൾ മാത്രമായിരിക്കും എന്നാണ് ഒരിക്കൽ സർക്കാരുകൾ നമ്മളോട് പറഞ്ഞിരുന്നത്. എന്നാൽ 2025 അവസാനത്തോടെ ഭാരത സർക്കാർ ഈ മേഖലയെ പൂർണ്ണമായും ഉദാരവൽക്കരിക്കുകയും ഓട്ടോമാറ്റിക് റൂട്ട് വഴി 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കുകയും ചെയ്തു. ഒരു ശരാശരി മലയാളിക്ക് ഇതെന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? നാടിന്റെ മൂല്യങ്ങളുള്ള ഇന്ത്യൻ കമ്പനികളുമായല്ല ഇനി നമ്മൾ ഇടപഴകുന്നത്. ന്യൂയോർക്കിലോ മ്യൂണിക്കിലോ ആസ്ഥാനമുള്ള ആഗോള കോർപ്പറേറ്റുകളും ഇനി അക്കൂട്ടത്തിലുണ്ട്. അവർക്ക് കേരളം എന്നത് സവിശേഷമായ സോഷ്യൽ ഹെൽത്ത് മോഡലുള്ള സംസ്ഥാനമല്ല, ഉയർന്ന വരുമാന സാന്ദ്രതയുള്ള ഒരു ഹൈ പെനിട്രേഷൻ മാർക്കറ്റ് മാത്രമാണ്. ഇതിനെ അവർ പേഷ്യന്റ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. പക്ഷേ ആ പേര് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. ഈ കമ്പനികൾ നിങ്ങളുടെ രോഗമുക്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കില്ല, തങ്ങളുടെ ലാഭത്തിനു വേണ്ടി മാത്രം. ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള നെറ്റ് ഓൺഡ് ഫണ്ട്സ് എന്ന കരുതൽ നിക്ഷേപം 5000 കോടി രൂപയിൽ നിന്നും 1000 കോടി രൂപയായി കുറച്ചതോടെ വിപണിയിലേക്ക് നിബന്ധനകൾ നിറഞ്ഞ നീഷ്യ പ്രൊഡക്ട്സ് ഒഴുകിയെത്തും. കാഴ്ചയിൽ അവ മികച്ച ഓപ്ഷനുകളായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ കെണികളാണ്. പ്രിയപ്പെട്ട മലയാളികളെ, ഇത്തരം തട്ടിക്കൂട്ട് ഹെൽത്ത് പോളിസികളിൽ തലവെച്ചു കൊടുക്കരുത്. 2026 ഏറ്റവും വലിയ മാറ്റം ബീമാസുഖം പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി എന്നുള്ളതാണ്. ഇൻഷുറൻസ് മേഖലയിലെ Amazon.com അല്ലെങ്കിൽ UPI എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഭാരത സർക്കാരിന്റെ ഒരൊറ്റ പോർട്ടലിലൂടെ എല്ലാത്തരം ഇൻഷുറൻസുകളും വാങ്ങാനും പുതുക്കാനും ക്ലെയിം ചെയ്യാനും സാധിക്കും. ഏജന്റുമാരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. അതാണ് ബീമാസുഖം. ഏതാണ്ട് പോളിസി ബസാറിന്റെ സർക്കാർ പതിപ്പ്. ഇത് ആരോഗ്യ പരിചരണത്തെ വീണ്ടും കമ്മോഡിറ്റിയാക്കും. ഒരു ജോഡി ചെരുപ്പ് വാങ്ങുന്ന അതേ ലാഘവത്തോടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള പോളിസി വാങ്ങുമ്പോൾ അതിലെ മാനുഷികമായ പരിഗണനകൾ ഇല്ലാതാകും. നിങ്ങളുടെ അതീവ രഹസ്യമായ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് സെൻട്രൽ റെപ്പോസിറ്ററിയിൽ ഡീമെറ്റീരിയലൈസ്ഡ് ചെയ്യും. AI ഡ്രിവൻ അണ്ടർറൈറ്റിംഗ് നിലവിലുള്ള ഒരു ലോകത്ത് നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ
ഇൻഷുറൻസ് നിഷേധിക്കാൻ നിങ്ങളുടെ ഡാറ്റ ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞേക്കാം. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഒരു വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ ശരീരം തളരുമ്പോൾ ഇൻഷുറൻസ് നിങ്ങളെ താങ്ങുമെന്ന വാഗ്ദാനം. കമ്പനികളുടെ ഈ പ്രണയം ഒരിക്കലും നിങ്ങളോടായിരുന്നില്ല, നിങ്ങളുടെ പ്രീമിയത്തോടായിരുന്നു. നമ്മുടെ സാക്ഷരതയിലും ആരോഗ്യത്തിലും നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ സ്വന്തം നിലനിൽപ്പിന്റെ നിയമവശങ്ങൾ ഫൈൻ പ്രിന്റിൽ എഴുതിയത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആരോഗ്യ സാക്ഷരത? 100% വിദേശ ഉടമസ്ഥത ഒരു സാധാരണ കാര്യമായി മാറുകയും നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ബീമാസുഖമിലെ ഒരു ഡിജിറ്റൽ ആസ്തിയായി മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, ആരാണ് നമ്മുടെ ഹൃദയമിടിപ്പിന്റെ ഉടമസ്ഥൻ? അത് സത്യപ്രതിജ്ഞ ചെയ്ത ഡോക്ടറാണോ, അതോ റിസ്ക് ഏറ്റെടുത്ത ഷെയർ ഹോൾഡറാണോ? കേരളത്തിലെ ആരോഗ്യ പരിചരണം നമ്മൾ പണം കൊടുത്തു വാങ്ങേണ്ട ആഡംബരമല്ല, നമ്മൾ ജനിക്കുമ്പോഴേ ലഭിക്കുന്ന അവകാശമായിരിക്കണം. തിളക്കമുള്ള ബ്രോഷറുകൾ കണ്ട് വഞ്ചിതരാകരുത്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ കാര്യം ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയല്ല, താൻ യഥാർത്ഥത്തിൽ സുരക്ഷിതനായിരുന്നില്ല എന്ന് വൈകി തിരിച്ചറിയുന്നതാണ്. എൻ്റെ പാവം ബന്ധുവിനെ പോലെ. ഹെൽത്ത് ഇൻഷുറൻസ് മനുഷ്യവംശത്തിന് ലഭിച്ച ഏറ്റവും കാരുണ്യപൂർണമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, അതിൽ സംശയമില്ല. എന്നാൽ അതിൽ നിന്ന് മാനുഷികത തുടച്ചു മാറ്റപ്പെടുമ്പോഴും ലാഭം പ്രധാന പരിഗണനയാകുമ്പോഴുമാണ് നാം ജാഗ്രതയുള്ളവരാകേണ്ടത്.